രാവിലെ തന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ ഓണത്തിന് ഞാൻ വെൽക്കം ചെയ്തത്. എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല, എന്നാലും ഒന്ന് അമ്പലത്തിൽ പോയേക്കാമെന്ന് കരുതി ഞാനും അനിയനും കൂടി അമ്പലത്തിൽ വന്ന് തൊഴുതു. അതിനുശേഷം വീട്ടിൽ പോയപ്പോഴേക്കും വീട്ടിൽ ചെറിയൊരു സദ്യയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ കുറേ നാളെ ഒരുപാട് 3-4 വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഇതുപോലെ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഓണം സദ്യയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പഴയ പോലെ ഫുഡ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയാത്തൊരു വിഷമം എനിക്കുണ്ട്. എനിക്ക് ഒട്ടും അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പറ്റുന്നത്ര ഞാൻ സാവധാനത്തിൽ കഴിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു. നമ്മൾ എല്ലാവരെയും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഓരോ വായും വളരെയധികം ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മൾ സദ്യ കഴിക്കുന്നതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതി ഫോളോ ചെയ്ത് തന്നെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ഭയങ്കര ഒരു തൃപ്തിയായിരുന്നു. അങ്ങനെ 2 കൂട്ടം പായസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സേമിയ പായസവും പരിപ്പ് പായസം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് പച്ചമോരൂടെ കുടിച്ചിട്ട് പരിപാടി നിർത്തി പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാനും അനിയനും കൂടി ഇവിടെ അടുത്താണ് അഴീക്കൽ ബീച്ചുള്ളത്, ബീച്ച് വരെ ഒന്ന് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല തിരക്കാണ്. എല്ലാവരും ഒരു അവധി ദിവസം, ഒരു ഫെസ്റ്റിവൽ ഡേ ഒക്കെ ആകുമ്പം എല്ലാവരും പുറത്തിറങ്ങുമല്ലോ. അപ്പോൾ ഒരുപാട് ആൾ, നല്ല റഷ് ഉണ്ടായിരുന്നു. പിന്നെ കടൽ കയറി നിൽക്കുകയാണ്. ബീച്ചെന്ന് പറയാനൊന്നുമില്ല, ചുമ്മാ അവിടെ നിന്ന് പോയി ഒന്ന് റൗണ്ട് എടുത്തിട്ട് അപ്പം തന്നെ തിരിച്ചിങ്ങ് പോണു. കാരണം അത്രയും ക്രൗഡഡ് ആയിരുന്നു, ഒട്ടും സേഫായിട്ട് തോന്നിയില്ല. അങ്ങനെ പക്ഷേ ഈ രാത്രിയിലുള്ള ഈ ഒരു പാലത്തിൽ കൂടെയുള്ളൊരു യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം എന്നല്ല, ഒരു സമാധാനം തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമാധാനമൊക്കെ കിട്ടിയതിന് ശേഷം ബീച്ചിലൊക്കെ ഒന്ന് നടന്നു. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കടലൊക്കെ കയറി നിൽക്കാമല്ലേ, എന്നാലും കുറച്ചൊക്കെ ഒന്ന് നടന്നതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ.